ദി പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇറ്റാലിയൻ സംവിധായകനായ ഗബ്രിയേൽ മ്യൂസിനോ സംവിധാനം നിർവഹിച്ച് 2006 തിയേറ്ററിലെത്തിയ അമേരിക്കൻ ബയോഗ്രഫിക്കൽ ഡ്രാമ ഫിലിമാണ് ദി പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ക്രിസ്റ്റഫർ പോൾ ഗാർഡ്നർ എന്ന അമേരിക്കൻ ബിസിനസ്മാൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്കുള്ള സംഭവബഹുലമായ യാത്രയാണ് തിരക്കഥയ്ക്ക് പ്രമേയമായിട്ടുള്ളത്. പ്രസിദ്ധ ഹോളിവുഡ് അഭിനേതാവ് വിൽ സ്മിത്ത് മികച്ച പ്രകടനങ്ങളാൽ ക്രിസ് ഗാർഡ്നറെ അനശ്വരമാക്കുന്നു. സ്മിത്തിൻ്റെ മകനായ ജേഡൻ സ്മിത്ത് തന്നെ കഥാപാത്രമായ ക്രിസ് ഗാർഡ്നറുടെ മകനായും അഭിനയിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ മറ്റൊരു സവിശേഷത. 1981 സാൻ ഫ്രാൻസിസ്കോയിലെ സെയിൽസ്മാനായ ക്രിസ് ഗാർഡ്നർ തൻ്റെ അതുവരെയുള്ള മുഴുവൻ സമ്പാദ്യവും പോർട്ടബിൾ ബോൺ ഡെൻസിറ്റി സ്കാനറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സാധാരണ എക്സ്റേയേക്കാൾ കാര്യക്ഷമമായ ഒരു കണ്ടുപിടുത്തമാണ് ഇതെന്ന് ക്രിസ് വിശ്വസിക്കുകയും വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു കുതിച്ചുചാട്ടമാണ് തൻ്റെ പ്രൊഡക്റ്റ് എന്ന് ക്രിസ് ഡോക്ടർമാരോട് സമർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഈ ഉപകരണത്തിനുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. നിരവധി താളപ്പിഴകൾ ബോൺ ഡെൻസിറ്റി സ്കാനർ അയാളുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്നു. ക്രിസ് സ്കാനർ വിൽക്കാൻ സമീപിക്കുന്ന ഡോക്ടർമാരുടെ നീണ്ടുപോകുന്ന തീരുമാനങ്ങളും വർദ്ധിക്കുന്ന ജീവിത ചെലവുകളുമെല്ലാം അയാളുടെ ജീവിതം ദുരിതമയമാക്കുന്നു. ഭാര്യയായ ലിൻഡയുടെ പോലും പിന്തുണ ക്രിസിന് ലഭിക്കുന്നില്ല. ഒരു ഹോട്ടൽ ജീവനക്കാരിയായ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ലിൻഡ ക്രിസുമൊത്തുള്ള ജീവിതത്തിൽ തീർത്തും അസ്വസ്ഥയാണ്. സാമ്പത്തിക സാഹചര്യങ്ങൾ ദൈനംദിനം വഷളാകുന്നത് ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. ഇത്തരം ഘട്ടങ്ങളിലും ഇരുവരും തങ്ങളുടെ 5 വയസ്സായ ഏകമകനെ സ്നേഹപൂർവ്വം കരുതുന്നുണ്ട്. ക്രിസ് തൻ്റെ സ്കാനറുമായി നിരത്തിലേക്ക് ഇറങ്ങുന്നു. അയാൾ ഒട്ടും സന്തോഷവാനല്ല എന്ന് അയാളുടെ നിറഞ്ഞ കണ്ണുകൾ പ്രേക്ഷകന് മനസ്സിലാക്കി തരും. ഈ യാത്രയ്ക്കിടയിലാണ് ക്രിസ് ജെയ് ട്വിസ്റ്റിലിനെ കണ്ടുമുട്ടുന്നത്. ഡീൻ വിറ്റ്നർ റെയ്നോൾഡ്സിൻ്റെ ഒരു പാർട്ട്ണറും മാനേജറുമാണ് ജെയ്. ഇരുവരുമൊത്തുള്ള ഒരു ടാക്സി യാത്രയ്ക്കിടയിൽ അക്കാലത്ത് ട്രെൻഡിങ് ആയ റൂബിക്സ് ക്യൂബ് ജെയ് ട്വിസ്റ്റിൽ ക്രിസിന് പരിചയപ്പെടുത്തുന്നു. എന്നാൽ ക്രിസ് റൂബിക്സ് ക്യൂബ് കുറഞ്ഞ സമയം കൊണ്ട് സോൾവ് ചെയ്ത് ജെയെ അത്ഭുതപ്പെടുത്തുന്നു. ജെയ് കാറിൽ നിന്നും ഓഫീസിലേക്ക് പോയ ശേഷം ടാക്സി വാടക കൊടുക്കാനില്ലാത്തതിനാൽ ക്രിസ് തൻ്റെ സ്കാനറും എടുത്ത് ഓടി രക്ഷപ്പെടുകയാണ്. ടാക്സി ഡ്രൈവർ കോപാകുലനായി ക്രിസിനെ പിന്തുടരുന്നുണ്ട്. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ് ഒരു ട്രെയിനിലേക്ക് ഓടിക്കയറുന്നു. പക്ഷേ തൻ്റെ കയ്യിലിരുന്ന സ്കാനർ അയാൾക്ക് നഷ്ടമാകുന്നു. ജെയുമായുള്ള സൗഹൃദം ക്രിസിന് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഇന്റേൺ ആവാനുള്ള അവസരം നേടിക്കൊടുത്തു. ക്രിസുമായുള്ള ഇൻ്റർവ്യൂ ഡേറ്റ് ജെയ് വിളിച്ചു പറയുന്നതിൻ്റെ തലേ ദിവസം ക്രിസ് തൻ്റെ അപ്പാർട്ട്മെൻറ്റ് പെയിൻറ് ചെയ്യുകയായിരുന്നു. വീട്ടുടമയുടെ വാടക സമയം നീട്ടിക്കിട്ടിയതിന് പകരമായി ആയിരുന്നു ക്രിസിന് ചുവരിന് പെയിൻ്റ് അടിക്കേണ്ടി വന്നത്. ഈ സമയം 2 പോലീസുകാർ അവിടേക്ക് വരുന്നു. ക്രിസ് അനാവശ്യമായി നോ പാർക്കിങ്ങുകളിൽ കാറ് പാർക്ക് ചെയ്ത് നിരവധി ഫൈനുകൾ പെൻഡിങ്ങിലിട്ടിരുന്നു. ഫിലിമിൻ്റെ തുടക്കത്തിൽ ക്രിസിൻ്റെ കാർ പോലീസ് റിക്കവറി വാൻ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതും കാണാം. ഫൈൻ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ അവർ ക്രിസിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഒരു ദിവസം മുഴുവൻ അയാൾക്ക് ജയിലിൽ ചിലവഴിക്കേണ്ടി വരുന്നു. മകനെ സുരക്ഷിതമായി നോക്കാൻ ലിൻഡയെ അയാൾ ഫോണിൽ വിളിച്ചറിയിക്കുന്നു. ജയിലിൽ ചിലവഴിക്കേണ്ടി വരുന്നത് ക്രിസിൻ്റെ ഇൻ്റർവ്യൂ സമയത്തെ ബാധിക്കുന്നു. മുഷിഞ്ഞ് പെയിൻറ് പറ്റിയ വസ്ത്രങ്ങളെ വകവയ്ക്കാതെ അയാൾ ഡീൻ വിറ്ററുടെ ഓഫീസിലെത്തുന്നു. ക്രിസ് അകത്തേക്ക് വിളിക്കപ്പെടുന്നു. തുടക്കത്തിൽ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്ക് ഒരു അരോചകത്വം ഉണ്ടായെങ്കിലും ക്രിസിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഫലിതവുമെല്ലാം ഇഷ്ടപ്പെട്ട ബോർഡ് ക്രിസിനെ സ്റ്റോക്ക് ബ്രോക്കർ ട്രെയിനിയായി തിരഞ്ഞെടുക്കുന്നു. ഒരു സ്റ്റോക്ക് ബ്രോക്കറായി സ്ഥാനക്കയറ്റം കിട്ടാൻ അയാൾക്ക് 20 പേരോട് മത്സരിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ട്രെയിനിങ് സമയം ശമ്പളവും ലഭിക്കില്ല. ശമ്പളമില്ല എന്നത് ക്രിസ് വൈകിയാണ് അറിയുന്നത്. പക്ഷേ എങ്കിലും ആ ഓഫർ അയാൾ നിരസിക്കുന്നില്ല. ക്രിസ് ഗാർഡ്നറുടെ ശമ്പളമില്ലാത്ത ഈ പുതിയ ജോലി ലിൻഡയെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല. അവർ ന്യൂയോർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ സഹോദരിയുടെ ബോയ്ഫ്രണ്ടിൻ്റെ പുതിയ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ജോലിയുടെ ഓഫർ കിട്ടിയിട്ടുണ്ട്. ക്രിസ് മകനെ വിട്ടുതരില്ല എന്ന് വാശി പിടിക്കുന്നു. ഏറെ വാദപ്രതിവാദത്തിനൊടുവിൽ അവൻ അച്ഛനൊപ്പം നിൽക്കാൻ ലിൻഡ സമ്മതിക്കുന്നു. അവർ ന്യൂയോർക്കിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഇൻകം ടാക്സ് ബില്ലുകൾ ക്രിസിൻ്റെ അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരുന്ന പണം കൂടി അപഹരിക്കുന്നു. വെറും $22 താഴെ മാത്രം കയ്യിൽ. അതോടെ ക്രിസിനും മകനും വാടക വീട് ഒഴിയേണ്ടതായി വരുന്നു. മകനെയും കൊണ്ട് അയാൾ തെരുവിലേക്കിറങ്ങി. ബാർട്ട് സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിൽ ക്രിസിന് തൻ്റെ മകനുമൊത്ത് ഒരു രാത്രി ചിലവഴിക്കേണ്ടി വരുന്നു.
വികാരനിർഭരമായൊരു നിമിഷമാണത്. സ്വന്തം മകനെ വേണ്ടവിധം നോക്കാൻ കഴിയാതെ ക്രിസ് അവനെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ ആരെയും വേദനിപ്പിക്കും. ഈ രംഗങ്ങളെ വിൽ സ്മിത്ത് എന്ന നടൻ ഗംഭീരമാക്കുന്നു. ബാർട്ട് സ്റ്റേഷനിലും വീടില്ലാത്തവർക്കുള്ള അഗതി മന്ദിരങ്ങളിലുമൊക്കെ ഇരുവർക്കും ഉറങ്ങേണ്ടി വരുന്നു. ഒരിക്കൽ ക്രിസ് തൻ്റെ മകനോടൊപ്പം ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് പോകുന്നുണ്ട്. മകൻ ബാസ്ക്കറ്റ്ബോളിൽ അത്ര മിടുക്കനൊന്നുമല്ല, എന്നിട്ടും താനൊരു നല്ല കളിക്കാരനാവും എന്നവൻ വിശ്വസിക്കുന്നു. താൻ ബാസ്ക്കറ്റ്ബോളിൽ അത്ര മികച്ചതല്ലായിരുന്നു എന്ന് അയാൾ മകനോട് പറയുന്നു. ഒരു ആവറേജ് കളിക്കാരൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് ക്രിസ് മകനോട് പറയുന്നുണ്ട്. ഇത് കേട്ട അവൻ ബാൾ തട്ടിക്കളഞ്ഞ് ബാഗ് പാക്ക് ചെയ്യുന്നു. ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായൊരു വാചകം ക്രിസ് തൻ്റെ മകനോട് പറയുന്നുണ്ട്. ആരെങ്കിലും നിനക്കെന്തെങ്കിലും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നീ അത് ചെവിക്കൊള്ളണ്ട. അത് ഞാനായാൽ പോലും. നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നീ അതിനെ സംരക്ഷിക്കണം. ആളുകൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിനക്കും സാധിക്കില്ല എന്ന് പറഞ്ഞേക്കാം. നിനക്കെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക, സമയം കൊണ്ട് നേടിയെടുക്കുക. തൻ്റെ വാക്കുകൾ കൊണ്ട് തകർന്ന മകൻ്റെ സ്വപ്നങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ക്രിസ് അവിടെ. ഒരു മികച്ച പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയിൽ ക്രിസിൻ്റെ മകനോടുള്ള സന്ദേശം ലോകത്തോടുള്ള സന്ദേശം കൂടിയാണെന്ന് പ്രേക്ഷകൻ തിരിച്ചറിയാം. ബാർട്ട് സ്റ്റേഷനിൽ വെച്ച് നേരത്തെ തനിക്ക് നഷ്ടപ്പെട്ട ബോൺ ഡെൻസിറ്റി സ്കാനർ കേടായ നിലയിൽ ക്രിസിന് തിരികെ ലഭിക്കുന്നു. അഗതി മന്ദിരത്തിലെ ഇരുട്ടിലിരുന്ന് ക്രിസ് സ്കാനർ നന്നാക്കുന്നു. നല്ല വിലയ്ക്ക് ആ സ്കാനർ ക്രിസിനൊരു ഫിസിഷ്യന് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതോടെ ഇരുവരും ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ട്രെയിനിങ് സമയത്തെ ക്രിസ് പരമാവധി ഉപയോഗിക്കുന്നു. ഒരു സ്റ്റോക്ക് ബ്രോക്കറായി സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ തൻ്റെ ക്ലയൻറ്റുകളെ പരമാവധി വർദ്ധിപ്പിക്കണം. ഒരു വശത്ത് ക്രിസ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ നെട്ടോട്ടമോടുന്നു. മറുവശത്ത് ശമ്പളമില്ലാത്ത ട്രെയിനിങ്ങും ജോലി ഭാരവും. അയാൾ നിരാശനായില്ല. തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരു സ്റ്റോക്ക് ബ്രോക്കറായി മാറുന്നതും തൻ്റെ മകനെ വേണ്ടവിധം വളർത്താൻ സാധിക്കുന്ന ഒരു ദിവസവും സ്വപ്നം കണ്ടുകൊണ്ട്. അവനായിരുന്നു അയാളെ മുന്നോട്ട് നയിച്ച പ്രധാന ഘടകമെന്ന് പറയാം. നിരവധി സമ്പന്നരെ തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ക്രിസ് പരിചയപ്പെടുന്നുണ്ട്. അതിലൊരാൾ ഒരു ഫണ്ട് മാനേജർ ആയിരുന്നു. അയാൾ ക്രിസിനെയും മകനെയും തന്നോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലെ പ്രസിദ്ധമായ 49ers ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാൻ ക്ഷണിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും ക്രിസ് തൻ്റെ സാഹചര്യങ്ങൾ സഹപ്രവർത്തകരെയോ ജിയയെയോ അറിയിച്ചില്ല. പേഴ്സിലെ ചില്ലിക്കാശ് അളന്നു മുറിച്ച് മുന്നോട്ട് നീങ്ങുന്ന ക്രിസിനോട് ടാക്സി വാടക കൊടുക്കാൻ $5 ബോസ് കടം ചോദിക്കുന്നു. $5 പേഴ്സിൽ നിന്നും എടുത്ത് ക്രിസ് ബോസിന് നൽകുന്നു. അപ്പോൾ ക്രിസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആ വെറും $5 മൂല്യം എത്രയെന്ന് മറ്റാരേക്കാളും നന്നായി ക്രിസിനറിയാം. സ്റ്റോക്ക് ബ്രോക്കർ ലൈസൻസ് ലഭിക്കണമെങ്കിൽ പരീക്ഷ പാസ്സാവണം. ക്രിസ് പരീക്ഷ എഴുതുന്നു. ഡീൻ വിറ്റർ റെയ്നോൾഡ്സിലെ ഇൻറ്റേൺഷിപ്പ് അവസാനിക്കുന്ന ദിവസം മേലധികാരികൾ ക്രിസിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നു. ക്രിസ് അവർക്കരികിലേക്ക് ചെല്ലുന്നു. അവരിലൊരാൾ ക്രിസ് ധരിച്ചിരുന്ന പുതിയ വസ്ത്രത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഈ സ്ഥാപനത്തിലെ എൻ്റെ അവസാന ദിവസമെങ്കിലും അനുയോജ്യമായ വസ്ത്രം ധരിക്കാമെന്ന് കരുതിയെന്നായിരുന്നു ക്രിസിൻ്റെ മറുപടി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നാളെ മറ്റൊരു വസ്ത്രം ധരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നു. പുതിയ സ്റ്റോക്ക് ബ്രോക്കറായി അവർ ക്രിസിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നേരത്തെ കടം വാങ്ങിയ $5 ബോസ് ക്രിസിന് തിരികെ നൽകുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകളോടെ ക്രിസ് എല്ലാവർക്കും കൈ കൊടുക്കുന്നു. അയാൾ പടവുകൾ നടന്നിറങ്ങിയ ആൾക്കൂട്ടത്തിൽ കൂടി നടക്കുന്നു. അയാൾ കരയുകയും ആഹ്ലാദഭരിതനായി കൈകൾ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ സന്തോഷത്തിൻ്റെ വിലപ്പെട്ട മുഹൂർത്തങ്ങളെ ക്രിസ് ഗാർഡനർ കണ്ടെത്തിയിരിക്കുന്നു. ഡേ കെയറിലെത്തിയ ക്രിസ് മകനെ വാരിപ്പുണരുന്നു. ഇരുവരും പാതയിലൂടെ നടക്കുകയാണ്. അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ ക്രിസ് വിജയിക്കുകയാണ്. തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇരുവരും നടന്നു നീങ്ങുന്നു. അപ്പോൾ ഒരു ബിസിനസ് സ്യൂട്ടിൽ യഥാർത്ഥ ക്രിസ് ഗാർഡനർ ഇരുവരെയും കടന്നു പോകുന്നുണ്ട്. ഒരു എപ്പിലോഗിൽ ക്രിസ് ഗാർഡനർ തൻ്റെ $multi-million സ്റ്റോക്ക് ബ്രോക്കർ സാമ്രാജ്യം പടുതുയർത്തുന്നതായി പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. തോൽവികൾ കൊണ്ട് തകർന്ന ഒരു മനുഷ്യനെ പിന്നെയും പോരാടാൻ പ്രത്യാശിപ്പിക്കുന്ന നിരവധി രംഗങ്ങൾ ചിത്രത്തിലുടനീളം കാണാം. ദുസ്സഹമായ സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാത്ത ഒരു മനുഷ്യനെയും അവനിലെ സ്ഥിരോത്സാഹവും മകന് വേണ്ടി തനിക്ക് ജീവിക്കേണ്ടതുണ്ടെന്ന ദൃഢനിശ്ചയവും ക്രിസ് ഗാർഡനറിൽ കാണാം. ഏതൊരു പ്രേക്ഷകനും അത് ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നു. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒരു മികച്ച ദൃശ്യാവിഷ്കാരമാണ്, ദൃശ്യാനുഭവമാണ്.